നമ്മുടെ മൂന്നാമത്തെ പാർട്ട് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് 1 നമ്മൾ കൂടുതലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയത് ഹാഷിമോട്ടോ തൈറോയിഡിറ്റിസ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും സിങ്കും സെലീനിയം അയണിൻ്റെയൊക്കെ ആ റോ മെറ്റീരിയൽസിൻ്റെ ഒരു ആവശ്യകതയും ആൻറ്റി TPOയും ആൻറ്റി TG എന്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തത്. പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡോക്ടർ സൗപർണിക എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഹൈപ്പോതൈറോയിഡിസവും ബേസൽ മെറ്റബോളിക് റേറ്റ് ഒബീസിറ്റിയിലേക്ക് വരുന്നത് എന്നുള്ളത്. ടീനേജേഴ്സിലൊക്കെ കൂടുതൽ കാണുന്ന ഹൈപ്പോതൈറോയിഡിസം അസോസിയേറ്റഡ് വിത്ത് ഒബീസിറ്റി, അതാണ് പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്ത്. പാർട്ട് 3 വരുമ്പോൾ കൂടുതലും സ്ട്രെസ്സും ആങ്സൈറ്റിയും എങ്ങനെ ഹൈപ്പോതൈറോയിഡിസത്തിന് കാരണമാകുന്നു. അപ്പോൾ ഇനി മൂന്നാമത്തെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾക്ക് കൂടുതലും കണ്ടുവരുന്നത് നമ്മൾ ആങ്സൈറ്റിയും പാനിക് അറ്റാക്കും അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ നല്ലൊരു ഇവർക്ക് നമ്മളുടെ പ്രേക്ഷകർക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാം. അതായത് നമ്മുടെ അശ്വഗന്ധ, അതായത് സ്ട്രെസ് റിലേറ്റഡ് ആയി വരുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കറിയാലോ ഏതായിരിക്കും സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നത്? കോർട്ടിസോൾ. അപ്പോൾ നമ്മൾ ഹോർമോണൽ എസ് എന്തായാലും നമ്മൾക്ക് ഈ ഒരു ലേഡീസിലാവുമ്പോൾ നമ്മളെപ്പോഴും അവരോട് പറയുന്ന ഒരു കാര്യമാണ് ഹോർമോണൽ എസ് എന്ന് പറയുന്ന ആ ഒരു ഇതെല്ലാ കാര്യങ്ങളും. അപ്പോൾ കൂടുതലും കാണാറില്ലേ കോർട്ടിസോൾ ഭയങ്കര കൂടിയും ചിലവരിൽ അത് കുറഞ്ഞും ഒക്കെ നമ്മൾ പല ഇത് കാണാറുണ്ട്. ഈ ഹൈ കോർട്ടിസോൾ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു ആ നേരത്തെ പറഞ്ഞ അതേ കൺവേർഷൻസിലേക്കാണ്. അതായത് അവരുടെ ആ ഒരു ഇത് ഫ്രീ T3 എന്ന് പറയുന്നത്, അതായത് T4 കൺവേർഷൻ ടു T3 ആണ് നോർമൽ. അത് നോർമലി പോവാതെ അതിൻ്റെ സിങ്കും സെലീനിയം അയണും ഒക്കെ വെച്ചിട്ടാണ് ആ കൺവേർഷൻ നടക്കുന്നത്. അത് നേരെ റിവേഴ്സ് T3 എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകുന്നു. അപ്പോൾ പക്ഷേ ശരീരം വിചാരിക്കുന്നത് ഇത് T3 ആയിട്ടാണ് വിചാരിക്കുന്നത്, പക്ഷെ അത് റിവേഴ്സ് T3 എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ശരീരത്തിൽ ഭയങ്കരമായ ഇൻഫ്ലമേഷൻ. ഏത് പ്രായക്കാരിലാണ് നമ്മളത് കാണാറ്? കൂടുതലും മെനോപോസ്. അത് തന്നെ. അപ്പോൾ മെനോപോസിലുള്ളവർ മിക്കപ്പോഴും എന്തായിരിക്കും? ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആയിരിക്കും അല്ലേ. അവരിൽ നമ്മളിപ്പോൾ ആദ്യം ഞങ്ങൾ പറയുന്നത് എന്താ അറിയോ? സ്റ്റീം ബാത്താണ്. ആദ്യം നമ്മൾ പറഞ്ഞ അവരെ ശരിക്കും പറഞ്ഞാൽ അവരെ നീർക്കെട്ട് കളയുക. അതുപോലെ തന്നെ അവർക്ക് ഈ പറഞ്ഞ 3 പാർട്ട് 1 ആയിക്കോട്ടെ 2 ആയിക്കോട്ടെ 3 ആയിക്കോട്ടെ എല്ലാത്തിലും ഞങ്ങൾ പറയുന്നത് എന്താണ്? ഒരേ ഒരു സൊല്യൂഷൻ, യോഗ തെറാപ്പി. യോഗ തെറാപ്പി തൈറോയിഡിൻ്റെ ഇത്രയും ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മളുടെ ഈ മൂന്നാമത്തെ കാര്യത്തിൽ സ്ട്രെസ്സിന് ഇപ്പം ഈ പറഞ്ഞ പാർട്ട് 3ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന വേറെ ഒരു മരുന്നും നിങ്ങൾ തേടി പോകേണ്ട ആവശ്യമില്ല. യോഗ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു 6 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്കത് കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഈ റിവേഴ്സ് T3 നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇൻഫ്ലമേഷനും ഇതൊക്കെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചിലവരിൽ ഭയങ്കരമായ ആങ്സൈറ്റി, ഡിപ്രഷൻ, മെൻ്റൽ ഡിസോർഡേഴ്സിലേക്ക് തന്നെ ഇത് പോവാറുണ്ട്. അതുകൂടാതെ ഈവൻ സ്കിസോഫ്രീനിയ കേസിൽ പോലും നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തൈറോയിഡിൻ്റെ വളരെ റിവേഴ്സ് T3 അവർക്ക് കാണാൻ സാധിക്കാറുണ്ട്. കാരണം അത് വളരെ ഇൻഫ്ലമേഷൻ കൊണ്ടും അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു നോർമലായിട്ടുള്ള പ്രോസസ്സ് നടക്കാത്തതുകൊണ്ടും ഹൈ കോർട്ടിസോൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തികൾ അറിയുന്നില്ല ഈ ഒരു ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത് വരുന്നതെന്ന് അറിയുന്നില്ല. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ വേറൊരു ഫ്ലഷ് ഔട്ട് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ RT3 ഫ്ലഷ് ഔട്ട് എന്നാണ് അതിന് പറയുക. അതായത് ഈ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു റിവേഴ്സാണ്, അത് കൊള്ളില്ലാത്തൊരു സാധനമാണ്. അതിനെ നമ്മൾ ഫ്ലഷ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഒലീവ് എക്സ്ട്രാക്റ്റ് വെച്ചിട്ടാണ്. ഒലീവ് എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ നമ്മൾ ഒമേഗ ഫാറ്റി ആസിഡ്സ് വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവുന്ന ഒരു കേസാണ്. അപ്പം ഇതെല്ലാം നമുക്ക് ഈ ഒരു എപ്പിസോഡിലൂടെ ഇത് മുഴുവനായിട്ട് നമുക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ ഒരു പ്രോട്ടോക്കോള് ഞങ്ങൾ വളരെ പബ്ലിക്കായിട്ട് തന്നെ എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. നിങ്ങളുടെ മൂലകാരണം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എത്രത്തോളം നിങ്ങളെ സഹായിക്കുന്നു എന്ന് പറയാനായിട്ട് ചെയ്ത ഒരു എപ്പിസോഡാണ്. നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളൊന്നും വേറെ ഒരു മെഡിസിൻസും ഇല്ലാതെ ഞങ്ങൾ ഡയറ്റിലൂടെയും യോഗയിലൂടെയും മാത്രമാണ് ഇത് നിങ്ങളുടെ കണ്ടീഷൻ നോക്കി. പക്ഷെ ഞങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ ലാബ് ഇൻവെസ്റ്റിഗേഷൻ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് ചെയ്ത് കിട്ടണം. അങ്ങനെ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് കൺസൾട്ടേഷൻ ചെയ്യണം. കാരണം ബഹുജനം പലവിധം, അതായത്
അതായത് ഇപ്പോൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ വരും, ഡോക്ടറെ എനിക്ക് ഈ തൈറോയിഡിനുള്ളൊരു ഇത് പറയും. അങ്ങനെ പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ല. കാരണം നിങ്ങളുടെ കേസല്ല, എ പേഴ്സൻ്റെ പ്രശ്നമല്ല ബി പേഴ്സണ്. അപ്പം നമുക്ക് എങ്ങനെ കോമൺ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും? അത് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, അത് ശരിക്കും പ്രോപ്പറായിട്ടുള്ള കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ചെയ്ത് നിങ്ങളുടെ ബോഡിയെ മനസ്സിലാക്കിയാലല്ലേ അതിനനുസരിച്ചിട്ടുള്ളത് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ കോർട്ടിസോൾ കൂടിയ ആള് പാർട്ട് 2-ലുള്ള ആളെക്കാളും വ്യത്യസ്തമായിരിക്കും. പാർട്ട് 2-ലുള്ള ആളുടെ പ്രോബ്ലം അല്ല പാർട്ട് 1-ലുള്ള. അപ്പം തൈറോയിഡിൻ്റെ കോമൺ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഇത് സിംറ്റംസും ഡിഫറെൻ്റ് ആണ്. അതെ അതെ. അപ്പം ഈ സിംറ്റംസ് വച്ചിട്ടാണ് ഞങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞ് സെറ്റാക്കി തരുന്നത്. അപ്പം അതാണ് യോഗാശ്രം, ഹൗ വി ഡീലിംഗ് തൈറോയിഡ് വിത്ത് യോഗ ആൻഡ് ഡയറ്റ്. ഇതാണ് ഞങ്ങളുടെ പ്രോട്ടോകോൾ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായി ഇനിയും കാണാം.